പരിശുദ്ധ അമ്മയ്ക്കും അവിടുത്തെ തിരുക്കുമാരനും നന്ദി പറയുന്നു. ഞാൻ അനൂപ്, ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. ഞാൻ കഴിഞ്ഞ മാർച്ചിലാണ് ഉടമ്പടി എടുക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടൊരു കേസുണ്ട്. അപ്പം അത് എൻ്റെ വിധി അനുകൂലമാവണം എന്നുള്ള രീതിയിൽ ആണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രകാരം അങ്ങനെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കാരുണ്യ പ്രവർത്തികൾക്കുള്ള ഫണ്ടെല്ലാം അമ്മയെ ഏൽപ്പിക്കുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥനകളൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. അങ്ങനെ ഡെയിലി കാര്യങ്ങളിങ്ങനെ നടന്നു പോകുന്നു. അങ്ങനെ ഒരു 60-70 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ദിവസം അമ്മയ്ക്ക് പനി വരുന്നു. പനി വന്ന് അപ്പോൾ ഇങ്ങനെ ചികിത്സകളൊക്കെ നടക്കുന്നു. അത് കഴിഞ്ഞൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പനി കൂടിയിട്ട് വീഴുന്നു. അങ്ങനെ നേരെ ആശുപത്രിയിൽ കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് ICUവിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അമ്മയുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയുന്നത് അമ്മയ്ക്ക് ന്യൂമോണിയ, പിന്നെ മെനിഞ്ചൈറ്റിസ്, അപ്പോൾ ബ്ലഡിൽ ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറവ്, ഷുഗറിൻ്റെ ലെവൽ ഹൈ, വളരെ ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്ക് ഓർമ്മയൊന്നുമില്ല, കൊളാപ്സാണ്. അപ്പോഴത്തേക്ക് അമ്മ എൻ്റെ മനസ്സിലിങ്ങനെ കൃപാസന മാതാവ് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചു, തൈലം നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് ICUവിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നിനക്ക് ഉടനെ ഇതിൻ്റെ സൗഖ്യം കിട്ടുമെന്ന്. അങ്ങനെ ഞാൻ ICUവിൽ അമ്മയെ കൊണ്ടുപോകുന്നതിന് മുന്നേ തൈലം എടുത്ത് അമ്മയുടെ നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് വൈകുന്നേരമാണ് ICUവിനകത്തോട്ട് കയറ്റുന്നത്. ICUവിൽ കയറ്റി ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ ICUവിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് അമ്മയെ കാണണം പറ്റുമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അമ്മ ബോധത്തോടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. കയറി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയെ ഞാൻ കയറി കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. ഇതാണെങ്കിലും അമ്മയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടി. ഒരു 12 മണിക്കൂറത്തെ ഗ്യാപ്പിലുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അമ്മയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടി. അമ്മ സംസാരിക്കുന്നുണ്ട്, പക്ഷേ നല്ല ക്ഷീണതയാണ്. അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ICUവിൽ നിന്നും മാറ്റി വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോഴും ഓക്സിജൻ സപ്പോർട്ടിലാണ്, അമ്മ ബെഡ് റിഡൻ ആണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് കുറച്ചുകൂടെ ബെറ്ററായി. അങ്ങനെ അമ്മയ്ക്ക് നടക്കാമെന്നുള്ളൊരു സ്റ്റേജ് വന്നു. പിന്നെ അങ്ങനെ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. അപ്പം എനിക്ക് ഇത്രയും ദിവസം ലീവ് എടുത്ത് നിൽക്കേണ്ടി വന്നു. അപ്പോൾ അത് കാരണം മെഡിക്കൽ റെക്കോർഡ്സ് കാര്യങ്ങളെല്ലാം ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ഈ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം ഞാൻ ആശുപത്രിയിൽ നിന്ന് മേടിച്ചു. ആ സമയത്ത് കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് കോടതിയിൽ ഹാജരാവാൻ പറ്റുന്നില്ല. അഡ്വക്കേറ്റിനെ ഞാൻ നേരിട്ട് പോയി കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇങ്ങനെ ഇരിക്കുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം എൻ്റെ കയ്യിൽ കൊണ്ട് തരൂ, ഞാൻ വേറെ വഴിക്ക് ഒരു മൂവ്മെൻറ്റ് പറ്റുമോ നോക്കട്ടെ എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ റെക്കോർഡ്സും കാര്യങ്ങളും അവർ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ കൊണ്ട് കൊടുത്തു. ഈ മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ബേസിസിൽ എൻ്റെ അഡ്വക്കേറ്റ് കോടതിയിൽ ഇത് ഫയൽ ചെയ്തു. എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി മേടിച്ചു തന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് അതിൽ എൻ്റെ മനസ്സിലേക്ക് വന്ന വചനം ഇതാണ്: ഈ പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരുമെന്ന്. എന്ന് വെച്ചാൽ ഈ ഉടമ്പടി എടുത്തിട്ട് എല്ലാവരും അപ്പോൾ വിചാരിക്കുമല്ലോ, അമ്മ വീഴുന്നു, അമ്മയുടെ മെഡിക്കൽ റെക്കോർഡ്സ്, അങ്ങനെ ആരും വിലയില്ല എന്ന് പറയുന്ന ആ മെഡിക്കൽ റെക്കോർഡ്സ് വെച്ചിട്ട് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി കിട്ടുന്നു. പിന്നെ ഈ ഉടമ്പടി എടുത്ത സമയത്ത് എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ഇതെല്ലാം മാറണമെന്ന്, എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറണമെന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് ആൾക്കാർ എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, നിന്നെ കണ്ടു കഴിഞ്ഞാലൊരു ദുഃഖഭാവമുണ്ട് നിൻ്റെ മുഖത്ത് നിന്ന്. ഇപ്പോൾ പൊതുവെ എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത് നിൻ്റെ മുഖത്ത് വളരെ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. കൃപാസന മാതാവിന് നന്ദി.